ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഒഴിവ് സമയങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്രയോജനപ്പെടുത്തി നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ ഒരു വരുമാന മാർഗം ആക്കി എടുക്കാനും സാധിക്കുന്നു. അപ്പം ഇത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. ധാരാളം പരസ്യങ്ങളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളുടെ പ്രൊമോഷനിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ധാരാളം പ്രൊമോഷനുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടല്ല, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഏറ്റവും ലളിതമായിട്ട് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുക, മറ്റ് മാർക്കറ്റിംഗ് മെത്തേഡുകളിൽ നിന്നും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോടുള്ള ഉപകാരങ്ങൾ, ഗുണങ്ങൾ, അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുമോ, കഴിയുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മളുടെ സഹോദരങ്ങൾ ഈ തവണ SSLC +2 എക്സാം കഴിഞ്ഞ് വലിയൊരു വിജയ ശതമാനം കാഴ്ചവെച്ച്, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയൊരു കൺഫ്യൂഷനായിരിക്കും. ഇനി ഏത് മേഖലയിലേക്ക് പോകണം, ഏത് കോഴ്സ് എടുക്കണം, എൻ്റെ ഫ്യൂച്ചർ ഞാൻ ഏത് മേഖലയിലേക്ക് തിരിച്ചു വിടണം എന്ന് സംശയമുള്ള ധാരാളം വിദ്യാർത്ഥികളുണ്ടാവും. SSLC കഴിഞ്ഞ എൻ്റെ സഹോദരങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഡിസിഷൻ എടുക്കേണ്ട സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം SSLC വരെ നിങ്ങൾ എല്ലാ വിഷയങ്ങളും ഒരുപോലെ പഠിച്ചവരാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് അഭിരുചിയുള്ള മേഖല, ഏതാണോ നിങ്ങൾക്ക് പാഷനേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന മേഖല, ആ മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ളത്. മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൺലി സയൻസ് ആണ് നിങ്ങളുടെ ഓപ്റ്റ് ചെയ്യേണ്ട സബ്ജക്റ്റ്. അക്കൗണ്ടിങ് മേഖലയിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലേക്ക് ഒക്കെ പോകാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മേഖല. സോഷ്യൽ മേഖലകളിലേക്ക് ആണ് പോകാൻ, ഇപ്പോൾ ജേർണലിസം, അതുപോലെ തന്നെ സിവിൽ സർവീസ്, അതുപോലെ തന്നെ പൊളിറ്റിക്സ് പോലെയുള്ള മേഖലകളിലേക്കാണ് പോകാൻ താല്പര്യമുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസാണ് ഏറ്റവും യോജിച്ചിട്ടുള്ള കോഴ്സ്. അപ്പം നിങ്ങൾ എങ്ങോട്ടേക്കാണ്, നിങ്ങളുടെ കരിയർ എന്താണ് എന്നുള്ള ഒരു ഡിസിഷൻ ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഡിസിഷനിലേക്ക് അപ്രോപ്രിയേറ്റ് ആകുന്ന കോഴ്സ് ഏതാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷകൾ അയക്കുക. +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യേണ്ട ടൈമാണ്. ഇനി നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സാണ് നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ജോബ്. അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ പാഷൻ, ഏതാണ് നിങ്ങളുടെ കരിയർ എന്ന് ഒരു കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കുക. ഡിസിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം ആ ഒരു മേഖലയിലേക്ക് അപ്ലൈ ചെയ്യുക. നല്ലൊരു കരിയർ എല്ലാവർക്കും ഉണ്ടാവട്ടെ. +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല വിദ്യാർത്ഥികൾക്കും ഏത് മേഖലയിലേക്ക് പോകണം എന്നുള്ള സംശയത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ വ്യക്തമായൊരു ഗോൾ ഓൾറെഡി മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന വിദ്യാർത്ഥികളുണ്ടാവും. എന്നാൽ ഒരു വിഭാഗം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്ലാനിങ് ഉണ്ടാവും, ഫോക്കസ് ഉണ്ടാവും. അവരുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ ചില തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ അവർ ഏറ്റവും പെട്ടെന്ന് ജോബ് ഫോക്കസ് ചെയ്യുന്ന കോഴ്സുകളിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അന്വേഷിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, ധാരാളം ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഡ്രീം വലുതാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സിലേക്ക് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പ്രൊഫഷണലായിട്ടുള്ള മേഖലയിലേക്ക് പോവുക. അതിന് നിങ്ങൾക്ക് വരുന്ന തടസ്സം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ഡ്യൂറേഷൻ ടൈം. ഇപ്പം ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി, PG കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 വർഷം 5 വർഷം ഡ്യൂറേഷനാണ്. അപ്പം അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഹ്രസ്വമായ കാലാവധിയിൽ വരുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല പ്രൊഫഷനിലേക്ക് വരുന്ന കോഴ്സുകൾ, അഡ്വാൻസ്ഡ് കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ കോഴ്സ് എടുത്ത് നിങ്ങൾക്കൊരു കരിയർ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനായിട്ടുള്ള മേഖലയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കോഴ്സുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കതൊരു വർക്കായിട്ട് ജോബായിട്ട് ചെയ്യാൻ കഴിയണം. എന്നാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു മേഖലയിലേക്ക് ഡിഗ്രിയിലേക്കോ മറ്റോ പോകാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് നിങ്ങൾക്കൊരു സെൽഫ് പ്രൊഫഷനായിട്ട് ചെയ്യാൻ കഴിയുകയും
അതിൻ്റെ കൂടെ നിങ്ങളുടെ ഡിഗ്രി കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുന്ന കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഉപയോഗപ്പെടുത്തി വരുമാനം നേടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലകൾ തിരഞ്ഞെടുത്ത് പോകാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ടും അതുപോലെ തന്നെ സെൽഫായിട്ട് മറ്റ് കോഴ്സുകളുടെ കൂടെ ഇൻകം ഏൺ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള കോഴ്സുകളെക്കുറിച്ചും വരുമാനങ്ങളെക്കുറിച്ചും അറിയാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ തരുന്നതായിരിക്കും. അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ കഴിയുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ, ആ കോഴ്സുകൾ എങ്ങനെ പഠിക്കാം, നിങ്ങളുടെ പഠനത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ജോലിയുടെ കൂടെ മറ്റൊരു വരുമാന മാർഗമാക്കി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളോ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് കോഴ്സുകളോ ഇത്തരത്തിലുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, ജോബ് അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മീ ഷഹൻഷാ ഫ്രം ആജിൽ എഡ്യൂക്കേഷൻ.